Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. പ്രവചനം എന്റെ വാത്സല്യ മക്കളെ, ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെയല്ല, ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയുള്ള സർവ്വകാല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളിലുണ്ട്. ആ സ്വർഗത്തിന്റെ സകല വരങ്ങളും എന്നിലുമുണ്ട്. സ്വർഗത്തിന്റെ സകല വരങ്ങളും നിങ്ങളിലുമുണ്ട്. അതിൽ ജീവിക്കുവിൻ, അതിൽ പറന്നുയരുവിൻ. നിങ്ങൾ പറന്നുയരുവിൻ. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ അതിൽ ശക്തി പ്രാപിക്കും. സ്വീകരിക്കുവിൻ, ഇത് സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ഇടത് കാലിന്റെ മസിൽ വേദന വരുമ്പോൾ അത് വരെ ബാധിക്കുന്നത്. നട്ടൽ വരെ വേദന, നല്ല വേദനയായിരിക്കും. നട്ടൽ വരെ വേദന എത്തുന്ന അവസ്ഥ സൗഖ്യം കൊടുക്കുന്നു. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് എന്താണ് മറ്റേ രോഗശാന്തി എന്താണ് പറഞ്ഞത്? അത് കാലിലെ മസിലിൻ്റെ വേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നെറ്റ് അടക്കം കട്ടായി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് കേട്ടില്ല. എന്താണ് ബാക്കി പറഞ്ഞതെന്ന്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സൗണ്ട് ക്ലിയർ അല്ലേ? എൻ്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതല്ലേ ഇവിടെ ലേഖനം ഉണ്ട്, ദൈവത്തിൻ്റെ നാമം കരുണയാണ് എന്നുള്ള ഈ ഒരു ലേഖനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീണ്ടും പറയാൻ പോണത് കേട്ടോ. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്ന് ഉള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ അഭിമുഖം ചെയ്ത അല്ലേ ആ വാക്കുകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ ഭാഗം കരുണയുടെ കാലം എന്നുള്ള ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ പുസ്തകമുള്ളവരെല്ലാവരും നിങ്ങൾ നോക്കിക്കോ. ആദ്യത്തെ 8-ാമത്തെ പേജ് നമ്പർ 8, കരുണയുടെ കാലം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. കരുണയുടെ കാലം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ തുടങ്ങണ കേട്ടോ. ആദ്യത്തെ ചോദ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട്
പിതാവെ, കരുണയുടെ ഒരു വിശുദ്ധ വർഷം ആഘോഷിക്കണമെന്ന ആഗ്രഹം എങ്ങനെ ഉണ്ടായെന്ന് പറയാം? ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ഉണ്ടായത്? അപ്പൊ ആഗ്രഹം എവിടെ നിന്നാണ് ഉണ്ടായത്? പ്രചോദനം എവിടെ നിന്നാണ് ഉണ്ടായത്? ആഗ്രഹം എങ്ങനെ ഉണ്ടായി? പ്രചോദനം എവിടെ നിന്നുണ്ടായി? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യമാണ് മാർപ്പാപ്പയോട്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കണേ. അപ്പോൾ അദ്ദേഹം ഉത്തരം കൊടുക്കുകയാണ്. പ്രത്യേകമായി നിർവചിക്കാവുന്ന, അതായത് കൃത്യതയോടെ പറയാൻ പറ്റിയ നിമിഷമൊന്നും അല്ലാതെ, ഇത് എവിടെ നിന്നുണ്ടായി, എപ്പോഴാണ് ഈ ആഗ്രഹം ഉണ്ടായത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു പോയി. പ്രത്യേകമായി നിർവചിക്കാവുന്ന നിമിഷമൊന്നുമല്ല. കാര്യങ്ങൾ എൻ്റെ അരികിലേക്ക് വരുമെന്ന് കരുതിയാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ എളിമയോടുകൂടി പറയണം, എന്താണ്? കാര്യങ്ങൾ എൻ്റെ അരികിലേക്ക് വരുമെന്ന് കരുതിയാൽ മതി. അതാകട്ടെ കർത്താവിൻ്റെ വഴികളെന്നേ പറയാവൂ. അതായത് കർത്താവിൻ്റെ കരുണ ആണ് ഈ പ്രചോദനവും, അല്ലേ, ഈ ഇതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. മനസ്സിലാവുന്നത്? അവയെല്ലാം പ്രാർത്ഥനകളാൽ സംരക്ഷിക്കപ്പെടുകയാണ്, അല്ലേ? അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കഴിവല്ല, ഇത് കർത്താവിൻ്റെ കൃപയും കരുണയും, അല്ലേ? അത് കർത്താവാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയതെന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി അടുത്ത വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണേ. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ കണ്ടോ. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം ഗൗരവമായി എടുക്കാറില്ല. കാരണം അത് പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. ഞാൻ പറയണത് കേൾക്കണ്ടോ? നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് ഇവിടെ എൻ്റെ നെറ്റ് കട്ടാവുന്നുണ്ട്, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, അൺസ്റ്റേബിൾ ആവുന്നുണ്ട്. ഞാൻ പറയണത് കേൾക്കാമല്ലോ അല്ലേ? വീഡിയോ ഇടയ്ക്ക് കേൾക്കുന്നില്ലേ? ഞാൻ പറയണത് ഇതാവുന്നില്ലല്ലോ അല്ലേ? ഓക്കെ. ആ, കേൾക്കണില്ലെങ്കിൽ അപ്പം തന്നെ പറയണേ കേട്ടോ. കേൾക്കണില്ലെങ്കിൽ പറയണേ. ഇവിടെ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഓഡിയോ കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പറയണത് കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കണതാണ്. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം ഗൗരവമായി എടുക്കാറില്ല. കാരണം അത് പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. അപ്പം ഈ കാര്യം ഇപ്പം നമ്മീ വായിച്ച കാര്യമേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ മറ്റൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു തലത്തിലേക്ക് നമ്മളെ ഈ മാർപ്പാപ്പയുടെ വാക്കുകൾ കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മിപ്പോൾ കരുണ എന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ കരുണയിൽ നിന്ന്, ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ഇത്തിരി നേരത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണേ, മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതെന്താണെന്നറിയോ? അതാണ് മനസാക്ഷി. മനസാക്ഷി എന്താണ്? അതായത് ഒന്നും കൂടി ഞാനത് ഇവിടെ വായിക്കട്ടെ. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധമല്ല. അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ, അല്ലേ, ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ, അതിനെക്കുറിച്ച്, അല്ലേ, വരുന്ന ആദ്യത്തെ പ്രതികരണം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റിപ്ലൈ, അത് ഒരിക്കലും മാർപ്പാപ്പ വിശ്വസിക്കാൻ സന്നദ്ധമല്ല, അതിനെ സ്വീകരിക്കാറില്ല എന്നാണ് പറയണേ. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ പറയണേ? അപ്പം അത് ഈ വാക്കുകൾ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എന്ത് പറയും? എൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയത് ഞാൻ ചെയ്തു, അല്ലേ? എൻ്റെ മനസാക്ഷിക്ക്
ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ശരിയാണ്, നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ദൈവഹിതമാ അല്ലെങ്കിലോ? മനസ്സിലായോ? നമ്മുടെ മനസ്സാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് ദൈവഹിതത്തിന് എതിരാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടകരമായിരിക്കില്ലേ? മനസ്സിലാവുണ്ടോ? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം എന്ത് ചെയ്യില്ല? ഗൗരവമായി എടുക്കില്ല. ഒരു സെക്കൻഡ്. അപ്പോൾ ആദ്യ പ്രതികരണം ഞാൻ എടുക്കാറില്ല, ഗൗരവമായി എടുക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അത് പലപ്പോഴും തെറ്റായി എന്താകാറുണ്ട്, മാറാറുണ്ട്. അപ്പോൾ ഈ മനസ്സാക്ഷിയെക്കുറിച്ച് പറയുമ്പോഴേ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCCയിൽ 390 ഖണ്ഡിക നിങ്ങളൊന്ന് എടുത്തേ. 390 ഖണ്ഡിക നിങ്ങളൊന്ന് എടുത്തേ. ഖണ്ഡിക. എടുത്തോ? ഞാൻ വായിക്കട്ടെ, ശ്രദ്ധിക്കണേ. ഞാൻ വായിക്കാൻ പോലെയാണ്. അതിൻ്റെ തലക്കെട്ടാണ് പതന വിവരണം, മനസ്സിലാക്കേണ്ട വിധം എന്ന് അതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കണേ. 390 ഖണ്ഡിക. പതന വിവരണത്തിൽ ഉൽപ്പത്തി 3-ാം അധ്യായം. പതന വിവരണത്തിൽ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മാനവ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ച് പറയുന്നു. ഇനി വായിക്കണത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വായിക്കണത് ശ്രദ്ധിക്കണേ. നമ്മുടെ ആദി മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം മാനവ ചരിത്രത്തിന് മുഴുവനും ക്ഷതമേൽപ്പിച്ചുവെന്ന് വെളിപാട് വഴി നമുക്ക് വിശ്വാസപരമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. ഞാൻ ഒന്നും കൂടി വായിക്കണേണ്. അതിൻ്റെ പകുതി അതിൻ്റെ സെൻട്രലിൽ തൊട്ട് വായിക്കണേണ് ഇപ്പോൾ വായിച്ചതിൻ്റെ. നമ്മുടെ മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം, അതായത് ഉത്ഭവ പാപം, ആ പാപം മാനവ ചരിത്രത്തിന് മുഴുവൻ ക്ഷതമേൽപ്പിച്ചുവെന്ന് വെളിപാട് വഴി നമുക്ക് വിശ്വാസപരമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി അല്ലേ, നമ്മൾ ആ ഉത്ഭവ പാപത്തിന് മുൻപ് ഈ മനസ്സാക്ഷി ഉത്ഭവ വിശുദ്ധിയിലായിരുന്നു. മനസ്സാക്ഷിയിൽ എന്തുണ്ടായിരുന്നില്ല? മലിനതയൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പക്ഷെ ഉത്ഭവ പാപത്തിന് ശേഷം ഈ മനസ്സാക്ഷിയിൽ എന്ത് വന്നു? മനുഷ്യവംശത്തിൻ്റെ തന്നെ മനസ്സാക്ഷി ഉത്ഭവ പാപത്തിലൂടെ മലിനമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ മലിനമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരു ആശയത്തോടോ ഒരു നിർദ്ദേശത്തോടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സാക്ഷിയിൽ വരുന്ന ആദ്യത്തെ പ്രതികരണം, ആ പ്രതികരണം കറക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? നിർബന്ധമില്ലെന്നല്ല, ചിലപ്പോൾ മിക്കപ്പോഴും അത് കറക്റ്റ് ദൈവസ്വരമാകണമെന്ന് ഇല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ അത് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ അത് വിവേചിച്ചറിയണം. അതിന് വിവേചിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഉത്ഭവഭാവത്തിലൂടെ മലിനമാക്കപ്പെട്ട ഈ നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ ഈ മനസ്സാക്ഷിയെ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ അല്ലേ വിശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് ഈ വിശുദ്ധീകരണ പ്രാർത്ഥനയുടെ എല്ലാം ആവശ്യകത. അപ്പോൾ അതെങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? ഹെബ്രായർ 9-ാം അധ്യായം 14-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? ഹെബ്രായർ
ഹീബ്രു 9:14. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വചനം ഒന്ന് വായിച്ച്. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Praise you. ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഉണ്ടോ? ജീവിക്കുന്ന ദൈവത്തിൻ്റെ അല്ലേ രക്തം നമ്മുടെ അന്ധകരണത്തെ എത്രയധികമായി. അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മനസ്സിലായണ്ടോ? അത് അന്ധകരണം എന്താണ്? അന്ധകരണം നമ്മുടെ മനസാക്ഷിയാണ്. മനസ്സിലായോ? അപ്പോൾ ആ നമ്മുടെ അന്ധകരണത്തെ എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. മനസ്സിലായോ? എന്തെന്നാണ് വിശുദ്ധീകരിക്കണത്? നമ്മുടെ അന്ധകരണത്തെ എന്തെന്നാണ് വിശുദ്ധീകരിക്കണേ? യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ അന്ധകരണത്തെ അല്ലെങ്കിൽ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുക. എന്താണ് അതിൻ്റെ ആവശ്യകത? എന്താണ് ആവശ്യകത? അങ്ങനെ വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ഉത്ഭവ പാപത്തിലൂടെ മനുഷ്യവംശത്തിൻ്റെ അല്ലേ മനസാക്ഷി എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? അല്ലേ ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷി ക്ഷതമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉത്ഭവപാപത്തിലൂടെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ മലിനമാക്കപ്പെട്ട മനസാക്ഷിയിൽ നിന്ന് എന്തെങ്കിലും നന്മ പുറപ്പെടോ? ആ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ആ മനസാക്ഷിയിൽ നിന്ന് ഇനി എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ? മനസ്സിലായോ? ആ മലിനമാക്കപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയിൽ നിന്ന് ഒരിക്കലും നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇനി അങ്ങനെ മലിനമാക്കപ്പെട്ട ഈ മനസാക്ഷിയിൽ നിന്ന് നന്മ, ദൈവത്വം പുറപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? ആ മനസാക്ഷിയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എന്ത് ചെയ്യപ്പെടണം? വിശുദ്ധീകരിക്കപ്പെടണം, കഴുകപ്പെടണം. അതിനാണ് യേശുവിൻ്റെ തിരുരക്തമേ എന്നെ കഴുകണം അല്ലേ, എൻ്റെ മനസാക്ഷി. അപ്പോൾ അതാണ് നമ്മുടെ ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനം കൂടിയവർക്കൊക്കെ അറിയാം. അതിൻ്റെ ആ ലീഫ്ലെറ്റ്, പേഴ്സണൽ പ്രയറിൻ്റെ ലീഫ്ലെറ്റിൽ ആ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്തെന്നാണ്? അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, മനസാക്ഷി, ബോധമനസ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ അല്ലേ ആ ആംഗിൾ അല്ലേ ആ റൗണ്ടൊക്കെ വരച്ചിട്ട് അതിൻ്റെ ആംഗിളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ധ്യാനങ്ങളൊക്കെ കൂടിയവർക്കൊക്കെ അറിയാം. അത് ആ ലീഫ്ലെറ്റ് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം ഇതാണ് മനസ്സാക്ഷി. അപ്പം മാർപ്പാപ്പ പറഞ്ഞു വരണ കാര്യമാണ് ഞാൻ പറയണം. ഒരു നിർദ്ദേശത്തോടോ ഒരാശയത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണം, അത് വിശ്വസിക്കാൻ ഞാൻ സന്നദ്ധമല്ല എന്ന് പറയണത് മനസ്സിലായോ? അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലായോ? ഇപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു എനിക്ക് ആ ചെക്കനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്താണ്? എനിക്ക് ആ ചെക്കനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഫസ്റ്റ് സൈറ്റിൽ തന്നെ അല്ലേ, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. മനസ്സിലായി? ഒരു ഉദാഹരണം പറയണേ കേട്ടോ, മനസ്സിലായോ? ഇവൾക്ക് ഈ ചെക്കനെ അല്ലേ ഈ ആൺകുട്ടിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. ഇനി ഓക്കെ അല്ലേ, അത് ഇഷ്ടമായി, ഓക്കെ. അത് തിന്മയാണോ? അല്ല, തിന്മയല്ല അല്ലേ. അത് വിവാഹത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്, തിന്മയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ ചെക്കനെ അല്ലെങ്കിൽ ഈ ആൺകുട്ടിയെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി എന്നുള്ളത് അത് ദൈവഹിതമാണോ അല്ലയോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ തന്നെ പ്രതികരണം, ഒരു നിർദ്ദേശത്തോടോ ഒരാശയത്തോടോ നമ്മളിലുണ്ടാകുന്ന ആദ്യത്തെ തന്നെ നമ്മളിൽ വരുന്ന പ്രതികരണം, തീരുമാനം, അതിൽ തന്നെ ചിലപ്പോൾ എന്തായിരിക്കാം? ഫേക്കായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പരാജയമായിരിക്കാം. എല്ലാമാകും എന്നല്ല, ആയിരിക്കാം. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മനസാക്ഷിയിൽ മലിനത നിറഞ്ഞിരിക്കുന്നു ഉത്ഭവഭാവത്തിലൂടെ. ഇനി ആ മനസാക്ഷിയിൽ നിന്ന് ഒരു നന്മ വരണമെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മളുടെ മനസാക്ഷി കഴുകപ്പെടേണ്ടതുണ്ട്. മനസ്സിലായോ?
ആ അർത്ഥത്തിലാണ് മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കുകളെ നമ്മൾ കാണേണ്ടതെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ കരുണയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് മനസ്സാക്ഷിയുടെ ഒരു ഭാഗത്തേക്ക് പോയതാണ്. അപ്പോൾ വേറൊരു തലം നമ്മളെ ഇവിടെ മാർപ്പാപ്പ ആ വാക്കുകളിലൂടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ മനസ്സാക്ഷിയുടെ ആ ഒരു കാര്യത്തെയും കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സാക്ഷി എപ്രകാരമായിരിക്കണം അല്ലേ? നമ്മൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലൂടെ അത് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങനെ നിലനിന്നാൽ മാത്രമേ നമ്മുടെ മനസ്സാക്ഷി അങ്ങനെ നിലനിന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? മനസ്സിലായോ? അതിൽ നിന്ന് നന്മ, ദൈവത്വം പുറപ്പെടുകയുള്ളൂ. അപ്പം ഇനി അതെന്താണെന്നുള്ളതല്ലേ ആ ധാർമ്മിക മനസ്സാക്ഷി. വിശുദ്ധീകരിക്കപ്പെട്ട ധാർമ്മിക മനസ്സാക്ഷിയിൽ എന്ത് സംഭവിക്കും? വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സാക്ഷിയിൽ എന്താ സംഭവിക്കണേ എന്നുള്ളതാണ് 1776 ഗണ്ണിക CCC 1776 1776. അതൊന്നും എടുത്തേ. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോണേ കേട്ടോ. ഇത് വലിയ കാര്യമായിട്ടൊന്നും നമ്മളിപ്പോൾ പറയണില്ല. നമ്മൾ കരുണയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മാർപ്പാപ്പ ആ ചില വാക്കുകൾ അവിടെ എഴുതി വെച്ചപ്പോൾ മനസ്സാക്ഷിയെക്കുറിച്ചും കൂടി നമ്മളൊന്ന് സൂചിപ്പിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് 1776 1776 ധാർമ്മിക മനസ്സാക്ഷി എന്നാണ് അതിൻ്റെ തലക്കെട്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് വായിക്കട്ടെ. ഞാനൊന്ന് ജസ്റ്റ് വെറുതെ വായിക്കണേ, നിങ്ങളവിടെ നോക്കിക്കോ. മനുഷ്യൻ തൻ്റെ മനസ്സാക്ഷിയുടെ അഗാധതയിൽ കണ്ടോ, മനുഷ്യൻ തൻ്റെ മനസ്സാക്ഷിയുടെ ആ അഗാധതയിൽ സ്വയം നിക്ഷേപിക്കാത്തത് കണ്ടോ, സ്വയം നിക്ഷേപിച്ചതല്ല അവൻ, സ്വയം നിക്ഷേപിക്കാത്തതും എന്നാൽ സ്വയം അനുസരിക്കേണ്ടതുമായ ഒരു നിയമം കണ്ടെത്തുന്നു. ഒരു നിയമം കണ്ടോ, മനുഷ്യൻ മനസ്സാക്ഷിയിൽ നിക്ഷേപിക്കാത്തതും എന്നാൽ സ്വയം അനുസരിക്കേണ്ടതുമായൊരു നിയമം. അങ്ങനൊരു നിയമമുണ്ട്. അങ്ങനൊരു നിയമം മനസ്സാക്ഷിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ നിയമം? നന്മയെ സ്നേഹിക്കാനും പ്രാവർത്തികമാക്കാനും തിന്മയെ ഒഴിവാക്കാനും അവനെ എന്നും പ്രേരിപ്പിക്കുന്ന അതിൻ്റെ സ്വരം കണ്ടോ. മനസ്സിലായോ? അതാണ് എന്ത്? സ്വയം നിക്ഷേപിക്കാത്തതും എന്നാൽ സ്വയം അനുസരിക്കേണ്ടതുമായ നിയമം. എന്തെന്നാണ് ആ നിയമം? അത് അടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വരം എന്തിൻ്റെ സ്വരമാണ്? ഈ മനസ്സാക്ഷിയിൽ അതിൻ്റെ അഗാധതയിൽ അല്ലേ സ്വരം. അതാണ് ദൈവസ്വരം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവസ്വരം. അതിൻ്റെ സ്വരം തക്ക സമയത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ കാതുകളിൽ കണ്ടോ. എവിടെയാണ് മുഴങ്ങണത്? നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു എന്നാണോ എഴുതിയേക്കണം? ശ്രദ്ധിച്ചോ നിങ്ങൾ? ഏത് കാതുകളിൽ മുഴങ്ങുന്നു എന്നാണ് പറയണേ? ഹൃദയത്തിൻ്റെ കാതുകളിൽ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നോക്കിയേ. ഇപ്പോൾ നിങ്ങൾ വീടുകളിലല്ലേ ഇരിക്കണേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ കോളിംഗ് ബെല്ലടിക്കുകയാണ്. നിങ്ങൾ എവിടെ കൊണ്ടാണ് കേൾക്കുക? അത് എവിടെ? നിങ്ങളുടെ ആ കോളിംഗ് ബെല്ല് എവിടെ കേൾക്കുക? ശരിക്ക് നമ്മളെങ്ങനെയാണ് കേൾക്കണേ അതിനെ? ചെവി കൊണ്ടാണ് കേൾക്കണേ. മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ഈ ചെവി കൊണ്ടല്ല കേൾക്കുക. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കേൾക്കണേ? ഹൃദയം കൊണ്ടാണ് കേൾക്കണേ. മനസ്സിലായോ? ഹൃദയത്തിൽ നിന്നാണ് ആ സ്വരം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഹൃദയത്തിലാണത്. മനസ്സിലായോ? അതാണ് ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അതിൻ്റെ സ്വരം അണ്ടേ, സ്വരം തക്ക സമയത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. മനസ്സിലായോ? ഇതാണ് മനസ്സാക്ഷി. അപ്പോൾ എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്. ഞാനും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഡയലോഗ് പറയാറുണ്ട്. എന്ത്? എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. മനസ്സിലായി? എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയത് അത് ദൈവത്തിന് ശരിയാണോ ആയിരുന്നോ? അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ദൈവഹിതമായിരുന്നോ? മനസ്സിലായോ? അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. എന്തെന്നാൽ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു, അതായത് മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം, അതായത് എഴുതപ്പെട്ട ഒരു നിയമമുണ്ട്.
ആ നിയമമാണ് എന്ത് നിയമം? ദൈവസ്വരം ശ്രവിക്കുക എന്നുള്ളത്. ഒറ്റ വാക്കി പറഞ്ഞാൽ കേട്ടോ, ദേ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് നന്മയെ സ്നേഹിക്കാനും പ്രാവർത്തികമാക്കാനും തിന്മയെ ഒഴിവാക്കാനും. അതാണ് ആ നിയമം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വാക്കിലൂടെ പറഞ്ഞതാണ്. എന്താണ് ആ നിയമം? എന്താണ്? യഥാർത്ഥ മനസ്സാക്ഷിയിലെ ദൈവസ്വരം ശ്രവിക്കുക, ആ അഗാധതയിൽ. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തത വരും. എന്തെന്നാൽ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നിയമമുണ്ട്, എഴുതപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമം മനുഷ്യൻ സ്വയം നിക്ഷേപിക്കാത്തതും ഇല്ലേ? അത് ഞാൻ അവിടെ എഴുതിയേക്കണം. അതിൻ്റെ പൊക്കത്ത് നമ്മൾ വായിച്ചില്ലേ? എന്താണ്? മനുഷ്യൻ തൻ്റെ മനസാക്ഷിയുടെ അഗാധതയിൽ സ്വയം നിക്ഷേപിക്കാത്തതും എന്നാൽ സ്വയം അനുസരിക്കേണ്ടതുമായ. ഉണ്ടോ? സ്വയം നിക്ഷേപിച്ചതാണോ അവൻ ഈ നിയമം മനസാക്ഷിയിൽ? അല്ല. എന്നാൽ അവൻ സ്വയം അനുസരിക്കേണ്ടതാണ്. മനസ്സിലായോ? എന്തെന്നാണ് ആ നിയമം? എന്തെന്നാൽ മനുഷ്യഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നിയമം. അതാണ് ദൈവസ്വരം ശ്രവിക്കുക എന്നുള്ളത് ഒറ്റവാക്കി പറഞ്ഞാൽ. മനസ്സിലായി? എന്നിട്ട് പിന്നെ പറയണം മനസാക്ഷി മനുഷ്യൻ്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും. കണ്ടോ? മനസാക്ഷി മനുഷ്യൻ്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും വിശുദ്ധ സ്ഥലവുമാണ്. കണ്ടോ? ഈ വിശുദ്ധ സ്ഥലം ഓൾറെഡി ഇത് വിശുദ്ധ സ്ഥലമായിരുന്നു ഉത്ഭവഭാവത്തിന് മുൻപ്. പക്ഷെ ഉത്ഭവഭാവത്തിലൂടെ ആ വിശുദ്ധ സ്ഥലത്തെ, ആ മനസാക്ഷിയെ എന്ത് ഗ്രഹിച്ചു? ആ മനസാക്ഷിയെ ഉത്ഭവഭാവത്തിലൂടെ അല്ലേ അതിൻ്റെ മലിനമാക്കപ്പെട്ട അവസ്ഥ മനസാക്ഷിയിലേക്ക് കടന്നുകൂടി. ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, എപ്പോഴും നമ്മൾ ഇങ്ങനെ പറയും. എന്ത് പറയും? നമ്മുടെ മക്കൾക്ക് അല്ലേ, ഇപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാർ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ പറയും ഭയങ്കര ദേഷ്യമാണ് കുട്ടികൾക്ക് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആൾക്ക് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തിഹീനമായൊരു സ്വഭാവമാണ് ആളുടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും നമ്മുടെ കുടുംബത്തിൽ ചില ആൾക്കാരുടെ ഇതിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലാണ് നമ്മളത് പറയുക. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മക്കൾക്ക് ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി? ഇപ്പം എൻ്റെ മോനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഇങ്ങനെ. അപ്പോൾ എൻ്റെ മകന് ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി? മനസ്സിലാവുണ്ടോ? എൻ്റെ മകന് ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി? അവൻ്റെ അപ്പനും അമ്മയിൽ നിന്നും കിട്ടി. മനസ്സിലായി? ഇതാണ് ഉത്ഭവഭാവത്തിൻ്റെ മറ്റൊരവസ്ഥ. ഞാനതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റൂലായിരിക്കാം ഒരു പക്ഷേ. മനസ്സിലായി? ഉത്ഭവഭാവം നമ്മുടെ ഈ അവസ്ഥയും കൂടി ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടി ഒരു പക്ഷേ അത് അതിൻ്റേതായ ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു സൂചന, ഒരു രീതി, മനസ്സിലാക്കാൻ പറ്റുന്നൊരു രീതി പറഞ്ഞതാണ്. മനസ്സിലായോ? ഇപ്പോൾ തോമസ് പോൾ, നമ്മുടെ ബ്രദർ തോമസ് പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയാറുണ്ട്. അതിങ്ങനെയാണ്, അണലിപ്പാമ്പിൻ്റെ കുഞ്ഞ് അല്ലേ, അണലിപ്പാമ്പിൻ്റെ കുഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ? ആ മനുഷ്യൻ മരണപ്പെടും അല്ലേ? കാരണം എന്താ? പാമ്പിൻ്റെ കുഞ്ഞിലും എന്തുണ്ട്? വിഷമുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ആ അണലിപ്പാമ്പിൻ്റെ കുഞ്ഞിൽ വിഷം വന്നത് എവിടെ നിന്നാണ് ആ വിഷം വന്നത്? അതിൻ്റെ അല്ലേ മാതാപിതാക്കൾ അല്ലേ, തള്ളപ്പാമ്പിൽ നിന്നും അല്ലേ, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വന്നതല്ലേ ആ വിഷം? മനസ്സിലാവുണ്ടോ? ഇപ്പം അത് മനസ്സിലായോ? ഇതുപോലെയാണ് ഉത്ഭവഭാവത്തിന് ഒരു പ്രസരണശേഷിയുണ്ട് എന്ന് പറഞ്ഞത്. ഉത്ഭവഭാവം മനുഷ്യവംശത്തെ മുഴുവനും അതിൻ്റെ അധീനതയിലാക്കിയിരിക്കുന്നു. ആ മലിനതയുടെ, മനസ്സിലായി? ആ മലിനതയുടെ അധീനതയിലാണ്. അതിൽ നിന്ന് മോചിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അല്ലേ, തിരിച്ചു പിടിക്കാനാണ് കർത്താവ് ഈശോ മിശിഹ അവൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താവശ്യമുണ്ട്? അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ആവശ്യകത
വിശുദ്ധീകരണത്തിൻ്റെ. എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും? ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ. അപ്പോൾ ഇപ്പം ഇതെല്ലാം പറയണത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ആ ഒറ്റ 1-2 വാക്കാണ്. എന്താണ്? ഒരു നിർദ്ദേശം. ഇപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ബന്ധപ്പെട്ടതായിരിക്കാം, നമ്മുടെ ബിസിനസ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, നമ്മുടെ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പോൾ ആ ഒരു നിർദ്ദേശവും ഒരാശയത്തോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ അതിന് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഒരു തീരുമാനം ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ അത് ഒരുപക്ഷെ തെറ്റായേക്കാം. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? യഥാർത്ഥ ദൈവസ്വരം ശ്രവിക്കണം. അങ്ങനെ ആ യഥാർത്ഥ ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ദേ അടിയിലോട്ട് നോക്കിയേ, ഈ 1776 ഖണ്ഡിക തന്നെ CCCയിൽ വായിക്കണം. മനസ്സാക്ഷി മനുഷ്യൻ്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും വിശുദ്ധ സ്ഥലവുമാണ്. അവിടെ അവൻ തൻ്റെ അഗാധതയിൽ, കണ്ടോ, അവിടെ അവൻ തൻ്റെ അഗാധതയിൽ, ഏതഗാധതയിൽ? ഈ മനസ്സാക്ഷിയുടെ അഗാധതയിൽ, ആഴത്തിൽ ആരുടെ സ്വരം പ്രതിധ്വനിക്കുന്നുവോ ആ ദൈവത്തോട് കൂടി ഒറ്റയ്ക്ക് ആയിരിക്കുന്നു. കണ്ടോ മനസ്സാക്ഷിയുടെ ആ അഗാധതയിലാണ് ഈ ദൈവസ്വരം ശ്രവിക്കുക. ആ ദൈവസ്വരം നമ്മൾ വിവേചിച്ചറിയണം. ഇതാണ് ദൈവസ്വരം, ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്നും മറ്റേത് ദൈവസ്വരം അല്ലെന്നും നമ്മൾ വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അതിനാദ്യമേ വേണ്ടത് നമ്മുടെ മനസ്സാക്ഷി ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് എന്ത് പറ്റും? അപകടം ഉണ്ടാവും. മനസ്സിലായോ? അതെന്ത് കാര്യവുമായിക്കോട്ടെ, അപകടം ഉണ്ടാവും. അപ്പോഴാണ് ചില ആൾക്കാർ ചാടിക്കേറി പല കാര്യങ്ങളും. അപ്പോൾ അത് മറ്റൊരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കുക, ജ്ഞാനം ഇല്ലായ്മ. കണ്ടോ, മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണമില്ലായ്മയും ജ്ഞാനമില്ല, ഈ രണ്ടും കൂടി ചേരുമ്പോൾ എടുക്കണ തീരുമാനം എന്താകും? ഇത് യഥാർത്ഥമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അല്ലേ, ഈ മനസ്സാക്ഷിയും ഉത്ഭവഭാവത്തിലൂടെ മലിനമാക്കപ്പെട്ട നമ്മുടെ മനസ്സാക്ഷി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ജ്ഞാനവും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വലിയ ഫലമുണ്ടാവും. മനസ്സിലാവുണ്ടോ? അതിൻ്റെ ആ ഒരു ഇത് എനിക്ക് വാക്കുകൾ കൊണ്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല. കണ്ടോ, അതിൻ്റെ അഗാധതയിലാണ് പോയി നമ്മൾ സ്വരം ശ്രവിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അതിൻ്റെ അഗാധതയിൽ, മനസ്സാക്ഷിയുടെ അടിത്തട്ടിൽ, അവിടെയാണ് ദൈവസ്വരം ശ്രവിക്കേണ്ടത് നമ്മൾ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദൈവസ്വരം ശ്രവിക്കണ കാര്യമായി മാറിയിപ്പോൾ അല്ലേ. നമ്മൾ തുടങ്ങിയത് കരുണയെക്കുറിച്ച് പറയാനാണ്. പക്ഷെ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്ന 1-2 വാക്കുകളെ, ആ 1-2 സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സാക്ഷിയുമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി, അല്ല അങ്ങനൊരു ബന്ധവും കൂടി ഉണ്ട്, അല്ല ഇങ്ങനൊരു കാര്യവും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചു അത് പറയാണ്ട് പോകണോ, അതങ്ങനെ അങ്ങോട്ട് പോയാൽ പോരെയെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം. പക്ഷേ അങ്ങനെ പറയാനാണ് തോന്നിയത്, അങ്ങനെ പറയണമെന്ന് തോന്നിക്കൊണ്ടിരുന്നേച്ചു. അങ്ങനെ പറയണമെന്നായിരുന്നു ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പക്ഷേ കേൾക്കുമ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ഏത് കരുണയുടെ കാലം, നമ്മുടെ ആ മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ നിന്ന് ഞാൻ ഒന്നും കൂടി ആദ്യം തൊട്ട് വായിക്കാൻ പോകണം. അപ്പോൾ ആ ഒന്നും കൂടി മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യം തന്നെ ആദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ആവർത്തിച്ച് വായിക്കുകയാണ്. എന്തെന്നാണ്? പിതാവെ, കരുണയുടെ ഒരു വിശുദ്ധ വർഷം ആഘോഷിക്കണമെന്ന ആഗ്രഹം എങ്ങനെ ഉണ്ടായെന്ന് പറയാമോ? ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നുണ്ടായി? അപ്പോൾ ആഗ്രഹം എങ്ങനെയുണ്ടായി, ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നുണ്ടായി എന്നുള്ളതിനൊക്കെ മറുപടി പറയുന്ന സ്ഥലത്താണ്, മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളും കൂടി മാർപ്പാപ്പ കൂട്ടിച്ചേർത്തേക്കണത്. മനസ്സിലാവുണ്ടോ? അപ്പം അത് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ത് പറഞ്ഞു വയ്ക്കുകയാണ്? ഇത് ശരിക്കും ദൈവം പറഞ്ഞു വെച്ചിര, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങളാണെന്ന് അടി വരയിട്ട് ഉറപ്പിക്കുകയാണ്.
അത് അടിയിലോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകമായി നിർവചിക്കാവുന്ന നിമിഷമൊന്നുമല്ലാതെ കാര്യങ്ങൾ എൻ്റെ അരികിലേക്ക് വരുമെന്ന് കരുതിയാൽ മതി. അതാകട്ടെ കർത്താവിൻ്റെ വഴികളെന്നേ പറയാവൂ. അവയെല്ലാം പ്രാർത്ഥനകളാൽ സംരക്ഷിക്കപ്പെടുകയാണ്. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധനല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം ഗൗരവമായി എടുക്കാറില്ല. കാരണം അത് പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. എന്നിട്ട് പിന്നെ പറയണ കേൾക്കണേ. അപ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് നമുക്കതിനെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് വായിച്ച്. അത് ഞാൻ വായിക്കാം കേട്ടോ, ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനം, 15-13. അതൊരു വളരെ പ്രമാദമായൊരു വചനമാണത്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ തലക്കെട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ആ വചനം മാത്രം ഒന്ന് വായിക്കട്ടെ. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഇവിടെ ശുദ്ധിയെക്കുറിച്ചുള്ള തർക്കം നടക്കുകയാണ്. നിയമജ്ഞരും ഫരിസേയരും ഈശോയും കൂടി. അപ്പോൾ അവിടെ ആ പറഞ്ഞു വയ്ക്കുന്നൊരു വചനഭാഗമാണ്. എന്തെന്നാണ് അവൻ മറുപടി പറഞ്ഞത്? അതായത് യേശു മറുപടി പറഞ്ഞു. എന്ത് പറഞ്ഞു? എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. എന്താണ്? എൻ്റെ സ്വർഗീയ പിതാവിനാൽ നടപ്പെടാത്ത നട്ടതല്ലാത്ത ചെടികളൊക്കെയും. അതെവിടെയാണത്? അത് ഈ മനസാക്ഷിയിലാണ്, ഹൃദയത്തിലാണ്. മനസ്സിലായോ? എൻ്റെ സ്വർഗീയ പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളൊക്കെയും. ഈ അർത്ഥത്തിലാണ് മനസാക്ഷിയെ അപബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ബോധ മനസ്സ് ഇതൊക്കെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയണതിൻ്റെ ആവശ്യകത വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉണ്ടോ? അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. മനസ്സിലായി? അപ്പം അങ്ങനൊരു വചനം ഈ ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ. എന്നിട്ട് പിന്നെ മാർപ്പാപ്പ പറയാണ്, അപ്പോൾ അങ്ങനൊരു പ്രതികരണം ഞാൻ വിശ്വസിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം ഗൗരവമായി എടുക്കാറില്ല. കാരണം അത് പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. അപ്പോൾ തെറ്റായി മാറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ തന്നെ പ്രതികരണം തെറ്റായി മാറില്ല. മനസ്സിലാവുണ്ടോ? പലപ്പോഴും തെറ്റായി മാറാണ്. എന്നിട്ട് പറയണം ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കാൻ. എന്നിട്ട് 3 കാര്യങ്ങൾ മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ്? ഒരു തീരുമാനമെടുക്കാൻ, ഒരു കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. മനസ്സിലായോ? കാത്തിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കണേ? നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ലേ, വെയിറ്റിംഗ് അല്ലേ? വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ എന്തിനാണ് സാധാരണ വെയിറ്റ് ചെയ്യാറ്? നിങ്ങൾക്കൊന്ന് പറയാമോ അതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്ന്? അതും ഒരു ജ്ഞാനമാണല്ലോ അല്ലേ? അതെനിക്കിപ്പോൾ ഈ മിനിയാന്നാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഈ കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമല്ലോ. എന്തിനു വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ അങ്ങനെ ഇരിക്കുക? എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുക? എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ്? അല്ലേ? നമ്മുടെ കയ്യിൽ, ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്തില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി, ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരിക? ആണോ അല്ലയോ? ഇതല്ലേ? എനിക്കത് പെട്ടെന്ന് മിനിയാന്നാണ് ഇത് മനസ്സിലാവണത്. തീരുമാനമെടുക്കാൻ കാത്തിരിക്കണം. നോക്കണേ, ശ്രദ്ധിക്കട്ടോ. തീരുമാനമെടുക്കാൻ കാത്തിരിക്കണം. അപ്പം നമ്മൾ കാത്തിരിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാത്തിരിക്കണേ. ആണോ അല്ലയോ? അതുറപ്പാണോ? നമ്മുടെ കയ്യിലുള്ളൊരു കാര്യത്തിന്, നമ്മുടെ അടുത്തുള്ളൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തീരുമാനം ആരുടേതാ? ശ്രദ്ധിക്കണേ, തീരുമാനമെടുക്കാൻ കാത്തിരിക്കാനും. തീരുമാനം എടുക്കാൻ നമ്മുടെ കയ്യിൽ തീരുമാനമുണ്ടെങ്കിൽ പിന്നെ കാത്തിരിക്കണം എന്തിനാ? മനസ്സിലാവുണ്ടോ എന്താ പറഞ്ഞു വരണേന്ന്? ദൈവഹിതം, അതായത് തീരുമാനം കർത്താവിൻ്റെതാണ്. മനസ്സിലാവുണ്ടോ? അത് നമ്മളിങ്ങാട്
സ്വീകരിച്ചാൽ മതി. തീരുമാനം കർത്താവിൻ്റേതാണ്. അത് കർത്താവ് നമുക്കിങ്ങനെ അത് പറഞ്ഞു തരുമ്പോൾ, അതല്ലെങ്കിൽ നമുക്കത് വെളിവാക്കി തരുമ്പോൾ അത് സ്വീകരിക്കണം. അതാണ് കാത്തിരിക്കുക എന്നുള്ള വാക്കിനർത്ഥമായിട്ട് എനിക്ക് മനസ്സിലായത്. അതായത് ആ തീരുമാനം നമ്മുടെ കയ്യിലുള്ളതല്ല, നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ടാണ് കാത്തിരിക്കേണ്ടി വരുന്നത് തീരുമാനമെടുക്കാൻ. അപ്പോൾ തീരുമാനം എടുക്കണത് ആരാ? നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ ആരാ ഒന്ന് പറഞ്ഞേ? കർത്താവ് ഈശോ മിശിഹായാണ് തീരുമാനം എടുക്കണത്. മനസ്സിലായോ? അപ്പോൾ ആ തീരുമാനത്തെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതാന്തസ്. അല്ലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉചിതമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തീരുമാനമെടുക്കാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് ഞാൻ അത്രയും കാര്യമായിട്ട് എടുത്തിരുന്നില്ല ആ വാക്കിനെ. മിനിയാന്നാണ് എനിക്കത്, ശനിയാഴ്ചയാണ് അല്ലേ, ഇന്നലെയാണോ മിനിയാന്നാണോ വെള്ളിയാഴ്ച ശനിയാഴ്ചയോ ആണ് എനിക്കത് കൂടുതൽ കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ സ്റ്റക്കായി. ഇത് എത്ര പ്രാവശ്യം വായിച്ചെന്നറിയോ? ഇത് ആദ്യം കിട്ടിയപ്പോൾ പ്രാവശ്യം മുഴുവനും വായിച്ചായിരുന്നു. പിന്നെ ഇത് വീണ്ടും മിനിയാന്ന് 2-3 ദിവസം മുമ്പ് 3-4 ദിവസം മുമ്പ് ഇല്ല, ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായല്ലോ, ഞാൻ മുഴുവനും വായിച്ചത് വീണ്ടും തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോ പാരഗ്രാഫ് പിന്നെ വീണ്ടും വായിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. മനസ്സിലായോ? അപ്പം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും? മനസ്സിലാവുണ്ടോ? അപ്പം ഈ 2 ദിവസം മുമ്പ് ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുമ്പോൾ വെയിറ്റ് അല്ലേ, വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളെന്തിനാ സാധാരണ വെയിറ്റ് ചെയ്യാറ്? നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി, നമുക്ക് സ്വന്തമായിട്ടില്ലാത്തൊരു കാര്യത്തെ പ്രതിയല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന തീരുമാനം എടുക്കുന്നത് ആരാ? കർത്താവാണ് തീരുമാനം എടുക്കുന്നത് നമ്മളുടെ കാര്യത്തിൽ. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യവംശത്തിൻ്റെ കാര്യത്തിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനം എടുക്കുന്നത് അവനാണ്. ഇനി നമുക്കത് സ്വീകരിക്കാതിരിക്കാം, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സ്വീകരിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവും, സ്വീകരിച്ചില്ലെങ്കിലോ അതിൽ തന്നെ നമുക്ക് മറ്റു പ്രയാസങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകാനിടയുണ്ട്. അപ്പോൾ പറഞ്ഞു മനസ്സിലായോ? തീരുമാനമെടുക്കാൻ കാത്തിരിക്കാനും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? കർത്താവിൽ ആശ്രയിക്കാനും. രണ്ടാമത്തെ കാര്യം കർത്താവിൽ ആശ്രയിക്കാൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? അവിടുത്തെ സഹായം തേടാനും. കണ്ടോ? അവിടുത്തെ സഹായം തേടാനും. അങ്ങനെ 3 കാര്യങ്ങൾ പറയാണ്. എന്താണ്? ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കാനും, കർത്താവിൽ ആശ്രയിക്കാനും, അവിടുത്തെ സഹായം തേടാനും ഞാൻ പഠിച്ചു. എങ്ങനെ പഠിച്ചു? മാർപ്പാപ്പ എങ്ങനെ ഇത് പഠിച്ചത്? ഈ ഹീബ്രു അല്ലേ 9:14 പഠിച്ചു. എങ്ങനെ പഠിച്ചു? ജീവിക്കുന്ന ദൈവത്തിൻ്റെ രക്തം നമ്മുടെ അന്ധകരണത്തെ എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഞാൻ പഠിച്ചു അല്ലേ? എങ്ങനെ പഠിച്ചു? അതാണ് മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണം, ജ്ഞാനം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ എന്നല്ല ഏതൊരാൾക്കും എന്ത് സാധിക്കും? ഒന്ന് നോക്കിയതിനടിയിലോട്ട്, അതിനാൽ എനിക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും മാർഗനിർദ്ദേശം സ്വീകരിക്കാനും. കണ്ടോ? അതിനാൽ എനിക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും മാർഗനിർദ്ദേശം സ്വീകരിക്കാനും കഴിയും. കണ്ടോ? അതിനാൽ എനിക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും, അതാണ് എന്താണെന്ന് വെച്ചാൽ ജ്ഞാനം എന്താണെന്നും ജ്ഞാനമില്ലായ്മ എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഒരു വ്യക്തിയെങ്കിൽ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും മാർഗനിർദ്ദേശം പരിശുദ്ധാത്മാവിൻ്റെയാണത്. മാർഗനിർദ്ദേശം പരിശുദ്ധാത്മാവാണ് ആ നിർദ്ദേശം തരണേ. മാർഗനിർദ്ദേശം സ്വീകരിക്കാനും എനിക്ക് കഴിയും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് ഇങ്ങനെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് പറയാണ്ട് പോയാൽ മതിയില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കറിയില്ല. ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി.
ഇങ്ങനെ തന്നെ പറയണം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി വായിക്കട്ടെ. മാർപ്പാപ്പയോട് ചോദിക്കണ ചോദ്യത്തോട് ഒന്നും കൂടി ആവർത്തിക്കട്ടെ. പിതാവെ, കരുണയുടെ ഒരു വിശുദ്ധ വർഷം ആഘോഷിക്കണമെന്ന ആഗ്രഹം എങ്ങനെ ഉണ്ടായെന്ന് പറയാമോ? ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ എല്ലാം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകമായി നിർവചിക്കാവുന്ന നിമിഷമൊന്നും അല്ല അത് കാര്യങ്ങൾ എൻ്റെ അരികിലേക്ക് വരുമെന്ന് കരുതിയാൽ മതി. അതാകട്ടെ ഇപ്പം ആരാണ് വന്നേക്കണേ? ഇപ്പം ആരാ വന്നത്? ഗോഡ്വിൻ ആയിരിക്കും അല്ലേ? ഗോഡ്വിൻ കൊള്ളാം. അപ്പോൾ ഇത് കേട്ടോ, ഞാനൊന്നും വായിക്കട്ടെ, അതൊന്നും കൂടി വായിക്കണേ. പ്രത്യേകമായി നിർവചിക്കാവുന്ന നിമിഷമൊന്നുമല്ല അത്. കാര്യങ്ങൾ എൻ്റെ അരികിലേക്ക് വരുമെന്ന് കരുതിയാൽ മതി. അതാകട്ടെ കർത്താവിൻ്റെ വഴികളെന്നേ പറയാവൂ. കണ്ടോ, കർത്താവിൻ്റെ കൃപയാണ് അല്ലേ, കർത്താവ് നയിച്ചതാണ് ഈ കരുണയുടെ കാലം ആഘോഷിക്കണമെന്ന ആഗ്രഹവും ഇത് പ്രചോദനം എല്ലാം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കണതിന് ഉത്തരം മാർപ്പാപ്പ കൊടുക്കണം. അവയെല്ലാം പ്രാർത്ഥനയാൽ സംരക്ഷിക്കപ്പെടുകയാണ്. ഒരാശയത്തോടോ ഞാൻ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തോടോ ഉള്ള എൻ്റെ തന്നെ ആദ്യത്തെ പ്രതികരണത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സന്നദ്ധനല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യ പ്രതികരണം ഗൗരവമായി എടുക്കാറില്ല. കാരണം അത് പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. എന്തുകൊണ്ടാണ്? മനസാക്ഷി മലിനമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അത് പലപ്പോഴും തെറ്റായി മാറും. അപ്പം അതിന് യഥാർത്ഥ വിവേചനവരം ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസാക്ഷിയിൽ കേൾക്കുന്നത് ദൈവസ്വരം തന്നെയോ എന്ന് നമ്മൾ വിവേചിച്ചറിയേണ്ടതുണ്ട്. തെറ്റായി മാറാറുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കാനും കർത്താവിൽ ആശ്രയിക്കാനും അവിടുത്തെ സഹായം തേടാനും ഞാൻ പഠിച്ചു. അതിനാൽ എനിക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും മാർഗനിർദ്ദേശം സ്വീകരിക്കാനും കഴിയും. അപ്പോൾ 1776 മുതൽ അല്ലേ കുറച്ച് ഖണ്ഡികകൾ ഈ മനസാക്ഷിയെക്കുറിച്ചൊക്കെ CCC പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനതെല്ലാം വായിക്കണമെന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ആ സൈഡിലൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. ഇപ്പം ഈ പറയുന്ന ഈ പ്രബോധനത്തിൻ്റെ സൈഡിലൊക്കെ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. കണ്ടോ, ഈ CCC 162 എടുത്ത് CCC 162 കൂടി ഞാനത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. CCC 162 അവിടെയും ഒരു കാര്യം ഇങ്ങനെ പറയാം. CCC 162 ഒരു കാര്യം അവിടെയും പറയുന്നുണ്ട് മനസാക്ഷിയെക്കുറിച്ച്. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. എടുത്തോ, വായിക്കട്ടെ. വിശ്വാസത്തിലുള്ള നിലനിൽപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാണ്, ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായ ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടും? ശ്രദ്ധിക്കണേ. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നു. എന്തെന്നാണ് ഉദ്ബോധിപ്പിക്കണേ? വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും. കണ്ടോ, വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും. കണ്ടോ, നല്ല മനസാക്ഷി. അതെന്താണത്? അപ്പം അതിനു മുമ്പ് ചീത്ത മനസാക്ഷിയായിരുന്നു. മനസ്സിലായോ? നല്ല മനസാക്ഷിയോടും. മനസ്സിലായോ? പറഞ്ഞു നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കണത് ഉത്ഭവഭാവത്തിലൂടെ, മനസ്സിലായോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസാക്ഷി ഇത്തിരി നെഗറ്റീവാണ്. മനസ്സിലായോ? ഇത്തിരി പ്രശ്നമുണ്ട് മനസാക്ഷിക്ക്. അപ്പോൾ ആ മനസാക്ഷിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ആ മനസാക്ഷിയെ കേടുപാട് പോക്കി കൊണ്ടുവരേണ്ടതുണ്ട്, കേടുപാടൊക്കെ തീർത്ത്. മനസ്സിലായോ? അപ്പോൾ നല്ല മനസാക്ഷിയോടും കൂടി പൊരുതുക. മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ, കണ്ടോ, മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മനസാക്ഷിയിൽ നമ്മൾക്ക് നൽകപ്പെടുന്ന ദൈവസ്വരത്തെ നമ്മളെപ്പോഴും ഗൗനിക്കാറില്ല, അതിന് മുഖവിലക്കെടുക്കാറില്ല മിക്കപ്പോഴും. അങ്ങനെ എടുക്കാതെ വരുമ്പോൾ ഞാനായാലും ആരായാലും, ഏത് വലിയ ആളായാലും ഏത് ചെറിയ ആളായാലും എന്ത് സംഭവിക്കും? മനസാക്ഷിയുടെ സ്വരം, അതായത് അതിൻ്റെ യഥാർത്ഥ അഗാധമായ ആഴത്തിൽ നിന്ന് വരുന്ന സ്വരം ആരുടെ സ്വരമാണ്? ദൈവസ്വരമാണ്. ആ സ്വരം നിരസിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്
ആ സ്വരം നിരസിച്ചാൽ അപകടം ഉണ്ടാവും. അപകടം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭയാനകമായ അപകടങ്ങളുണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ അത്രയും പോയിന്റ് 162 മറ്റൊരു വലിയ ഒരു ഖണ്ഡികയാണ്. അപ്പം എന്നാലും ഞാനത് ആ ഒരു പോയിന്റ് മാത്രം, നമുക്കിപ്പോൾ പറയേണ്ടതായ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവിടെ അത് നിർത്താണ്. പിന്നെ നമുക്ക് ഈ കരുണയുടെ ഭാഗത്തേക്ക് തന്നെ വരാം, ബാക്കി അടിയിലേക്ക് നമുക്ക് പോകാം. ഇനി അടിയിലോട്ട് വായിക്കട്ടെ. ഈ കരുണയുടെ കാലം അല്ലെങ്കിൽ ആ പ്രബോധനത്തിലേക്ക് വരാം വീണ്ടും. ശ്രദ്ധിക്കണേ. കരുണയുടെ കേന്ദ്രസ്ഥ സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് എനിക്ക് പറയാൻ കഴിയും. കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ് കരുണയാണ് കേന്ദ്ര സ്വഭാവം. ആരുടെ? യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് എന്തെന്നാണ്? കരുണയാണ്. യേശുവിൻ്റെ കരുണയെക്കുറിച്ചാണ്. അതാണ് കേന്ദ്രം. അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സന്ദേശവും. മനസ്സിലായോ? അതാണ് കേന്ദ്രം. ക്രിസ്തുവിൻ്റെ കരുണയാണ് കേന്ദ്രം. അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സന്ദേശവും. ഉണ്ടോ? അത് മാർപ്പാപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ ആ ഒരു വാക്കും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ഇതായിട്ട് ഞാൻ കാണണേ കേട്ടോ. എന്തെന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റു മാർപ്പാപ്പമാരേക്കാൾ കൂടുതലായി ഈ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളാണ് കൂടുതലും ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ആയിരിക്കാം എന്നെ ഈ മാർപ്പാപ്പയാണ് ഏറ്റവും കൂടുതൽ ആ വാക്ക് ഇങ്ങനെ ഞാൻ കേൾക്കണത്. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. അപ്പോൾ കരുണയുടെ കേന്ദ്രസ്ഥ സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് അല്ലേ എന്താണ് പ്രധാനപ്പെട്ട സന്ദേശം? ക്രിസ്തുവിൻ്റെ കരുണയാണ്. അതാണ് കേന്ദ്രം. ഒരു പുരോഹിതൻ എന്ന നിയോഗത്തോടൊപ്പം ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ അനുഭവങ്ങളുടെ അനന്തരഫലമെന്നോണം നിരവധി യാഥാർത്ഥ്യമാർന്നതും മനോഹരവുമായ കഥകൾക്ക് നന്ദി. അപ്പം ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ കഥകൾ വായിച്ചു പോണ പോലെ പോകട്ടെ. ചില ഭാഗത്ത് നമ്മൾ വളരെ വിപുലമായിട്ടും ചില സ്ഥലത്ത് വളരെ നോർമലായിട്ടും ഒക്കെ പോകും. അപ്പോൾ ഇനി അടുത്തതിലോട്ട് വരാം. 2013 ജൂലൈ മാസത്തിനേറെ മുൻപ്, അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ആമുഖം വായിച്ചായിരുന്നു അല്ലേ? മാർച്ച് മാസത്തിലാണ് അല്ലേ? മാർച്ച് മാസത്തിലല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയാവണം അല്ലേ? 2013 ജൂലൈ മാസത്തിനേറെ മുൻപ് മാർപ്പാപ്പയായി നാമകരണം ചെയ്യപ്പെട്ട ശേഷം റിയോ ഡി ജനീറോയിൽ വെച്ച് ലോക യുവജന ദിനം, അതായത് വേൾഡ് യൂത്ത് ഡേ, എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അല്ലേ വേൾഡ് യൂത്ത് ഡേക്ക് ആഘോഷിച്ച് വേൾഡ് യൂത്ത് ഡേ ആഘോഷിച്ച് മടങ്ങി വരവേ നമ്മുടേത് കരുണയുടെ കാലമാണെന്ന് അവിടുന്ന് ഇപ്പം ആ അഭിമുഖം നടത്തുന്ന ആള് ചോദിക്കുകയാണ് അല്ലേ, അവിടുന്ന് പറയുകയുണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മറുപടി പറയാണ്, അതെ, ഇത് കരുണയുടെ കാലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പരിക്കേറ്റ മനുഷ്യവംശത്തിന്, കണ്ടോ ശ്രദ്ധിക്കണേ, പരിക്കേറ്റ മനുഷ്യവംശം. ഇതെങ്ങനെയാണ് ഈ പരിക്കേറ്റത്? മനുഷ്യവംശത്തിന് എങ്ങനെ പരിക്കേറ്റു? മനുഷ്യവംശത്തിന് ഉത്ഭവപാപത്തിലൂടെ. മനസ്സിലായോ? അതാണ് പരിക്കേറ്റ മനുഷ്യവംശത്തിന് സഭ അവളുടെ നിർവിശേഷമായ മുഖം കാണിച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ മാതൃതുല്യമായ മുഖം. നിർവിശേഷമായി എന്ന വാക്കിനർത്ഥം എന്നാണ് നിർവിശേഷമായി എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം മാതൃതുല്യമായ അല്ലേ, മാതാവിന് തുല്യം അല്ലേ, ഒരമ്മയുടെ മുഖമാണ് കാണിച്ചു കൊടുക്കുന്നത്. അവൾ ആരാണെങ്കിൽ അവൾ സഭ. ആർക്ക് കാണിച്ചു കൊടുക്കുന്നു? ആർക്കാ കാണിച്ചു കൊടുക്കണേ? പരിക്കേറ്റ മനുഷ്യവംശത്തിന്. പരിക്കേറ്റ മനുഷ്യവംശം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തെന്നാണ് ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ അതിൻ്റെ ഒരു ചിത്രം
ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് അവനെ സ്വീകരിക്കുന്ന ഒരു അല്ലേ ആ ഒരു ചിത്രം, ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പുത്രനെ ഇങ്ങനെ 2 ഷോൾഡറിലും കൈവച്ച് ഇങ്ങനെ സ്വീകരിക്കുന്നൊരു രംഗം. അപ്പം അത് ഒരു കരം എന്താണ് മറ്റു കരം അല്ലേ, 2 കരങ്ങൾക്കും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു കരം എന്തിനെ സൂചിപ്പിക്കുന്നു, മറ്റേ കരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഒരാൾ ആർക്കെങ്കിലും പറയാമോ എന്താണ് അത്? ഓർമ്മയുണ്ടോ ആ കാര്യം? അന്വേഷണം. അപ്പം ഇതാണ് എന്താണ്, മാതാവിൻ്റെ അല്ലേ, ഒരു അമ്മയുടെ കരം, ഒരു സ്ത്രീയുടെ കരമാണ് അല്ലേ വലത് കൈ. ഇടത് കൈ ഒരു പുരുഷൻ്റെ കരം. അപ്പോൾ മാതാവ് അല്ലേ, മാതാവിൻ്റെ, അപ്പോൾ സഭ മാതാവാണ് എന്നൊക്കെ നമ്മളെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലൂടെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വായിക്കുകയാണ്. അതെ, ഇത് കരുണയുടെ കാലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിക്കേറ്റ മനുഷ്യവംശത്തിന് സഭ അവളുടെ മാതൃനിർവിശേഷമായ, അതായത് മാതൃതുല്യമായ മുഖം കാണിച്ചു കൊടുക്കുന്നു. മുറിവേറ്റവർ അവളുടെ വാതിലിൽ മുട്ടാൻ അവൾ കാത്തു നിൽക്കുന്നില്ല. മനസ്സിലായോ? മുറിവേറ്റവർ അല്ല, അതായത് ഈ പാപാവസ്ഥയിലായിരിക്കുന്നവർ അവളുടെ വാതിലിൽ മുട്ടാൻ, അതായത് സഭയുടെ, ഈ അവളെന്ന് പറയുന്നത് സഭയെന്നാണ് കേട്ടോ, അവളുടെ വാതിലിൽ മുട്ടാൻ അവൾ കാത്തു നിൽക്കുന്നില്ല. പിന്നെയോ, എന്നിട്ട് പിന്നെ ഒരു 3-4 കാര്യങ്ങൾ പറയണം. എന്താണ്? നോക്കിക്കോ, നിങ്ങൾ വിരലുകൊണ്ട് എണ്ണിക്കോ. എന്തൊക്കെയാണ്? തെരുവുകളിൽ അവൾ പരിക്കേറ്റവരെ തിരയുന്നു. കണ്ടോ? തെരുവുകളിൽ അവൾ പരിക്കേറ്റവരെ തിരയുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അവൾ അവരെ തടുത്തുകൂട്ടുന്നു. കണ്ടോ? തിരയുന്നു, പിന്നെ തടുത്തുകൂട്ടുന്നു, പിന്നെ അവൾ എന്ത് ചെയ്യുന്നു? ആലിംഗനം ചെയ്യുന്നു. 3-മത്തത്. 4-മത്തത് എന്താണ്? അവൾ അവരെ പരിപാലിക്കുന്നു. 5-മത്തത് എന്താണ്? സ്നേഹിക്കപ്പെടുന്നുവെന്ന ബോധ്യം അവരിൽ സംജാതമാക്കുന്നു. കണ്ടോ? സ്നേഹിക്കപ്പെടുന്നുവെന്ന ബോധ്യം അവരിൽ സംജാതമാക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? സഭ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യുന്നു? പരിക്കേറ്റ മനുഷ്യവംശത്തെ എന്ത് ചെയ്യുന്നു അല്ലേ? പരിക്കേറ്റവരെ തിരയുന്നു, പിന്നെ അവരെ തടുത്തുകൂട്ടുന്നു, പിന്നെ അവരെ ആലിംഗനം ചെയ്യുന്നു, പിന്നെ അവരെ പരിപാലിക്കുന്നു, പിന്നെ അവർ സ്നേഹിക്കപ്പെടുന്നുവെന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലായോ? 5 കാര്യങ്ങൾ. സഭയിൽ മനസ്സിലായോ? സഭയുടെ വാതിലിൽ വന്ന് മുട്ടാൻ അവൾ കാത്തു നിൽക്കുന്നില്ല. പരിക്കേറ്റ മനുഷ്യവംശം സഭയുടെ പുറകെ നടക്കല്ല. മനസ്സിലായി? സഭ ഇവരുടെ പുറകെ മനസ്സിലായി? ഇവരുടെ പുറകെ പോവാണ്. ഇതെൻ്റെ ഭാഷ പറഞ്ഞാണ് കേട്ടോ ഞാനത്. മനസ്സിലായോ? സഭ ഈ ഇത്തരക്കാരുടെ പുറകെ പോവുകയാണ്. മനസ്സിലാവുണ്ടോ? അതാണ് കരുണയുടെ കാലമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമേ തന്നെ ഇത് കരുണയുടെ കാലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് പിന്നെ പറയാണ്, അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്, ഇത് കരുണയുടെ കാലമാണ്. എന്നെ സംബന്ധിച്ച് ഈ കരുണയുടെ കാലം എന്ന് പറയുമ്പോഴേ നമ്മളൊരു പ്രത്യേക ഒരു നിശ്ചിത സമയം തൊട്ട് ഒരു ഇന്ന സമയം വരെ കരുണയുടെ കാലം എന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഞാൻ എൻ്റെ ജനനം മുതൽ മരണം വരെ ഒരു കരുണയുടെ കാലമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാനത് ഇതാക്കണേ. കാരണം നമ്മളെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായേ? നമ്മളെപ്പോഴും പാപാവസ്ഥയിൽ ആണ് ജീവിക്കണേ. അപ്പം അങ്ങനെയാണെങ്കിൽ എപ്പോഴും എനിക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? കരുണയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ? മനസ്സിലായോ? അപ്പം എന്നെ സംബന്ധിച്ച് ഒരു നിശ്ചിത സമയത്ത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ആണ് ഈ ആ ഒരു കാലയളവായിട്ട് എനിക്ക് കൂട്ടാൻ സാധിക്കില്ല. അപ്പം ഇത് കരുണയുടെ കാലമാണ്, ഇത് ഉചിതമായ സമയവുമാണ്. ശ്രദ്ധിക്കണേ, 2-ാം വത്തിക്കാൻ കൗൺസിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ, അതായത് 2-ാം വത്തിക്കാൻ സൂനഹദോസ്
ഉദ്ഘാടനം ചെയ്യവേ ജോൺ 23 മാർപ്പാപ്പ പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ മണവാട്ടി, അതാരാണ്? സഭ. ക്രിസ്തുവിൻ്റെ മണവാട്ടി കൈകളിൽ ഏന്തുന്നത് കരുണയുടെ ഔഷധമാണ്. കണ്ടോ? ക്രിസ്തുവിൻ്റെ മണവാട്ടി കൈകളിൽ ഏന്തുന്നത് കരുണയുടെ ഔഷധമാണ്, കാർക്കശ്യത്തിൻ്റെ ആയുധങ്ങളല്ല. കണ്ടോ? ക്രിസ്തുവിൻ്റെ മണവാട്ടി കൈകളിൽ ഏന്തുന്നത് കരുണയുടെ ഔഷധമാണ്, കാർക്കശ്യത്തിൻ്റെ ആയുധങ്ങളല്ല. ഇത് ജോൺ 23 മാർപ്പാപ്പ. നിങ്ങൾ വിരലുകൊണ്ട് എണ്ണിക്കോട്ടോ. ഇനി രണ്ടാമത്തെ മാർപ്പാപ്പയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ആരാണ് രണ്ടാമത്തെ മാർപ്പാപ്പ? മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ധ്യാനിക്കവേ പോൾ 6 മാർപ്പാപ്പ. കണ്ടോ? മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ധ്യാനിക്കവേ പോൾ 6 മാർപ്പാപ്പ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. എന്താണ്? തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സത്ത, കണ്ടോ? തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് വിശുദ്ധ അഗസ്റ്റിൻ നിർദ്ദേശിച്ച ദാരിദ്ര്യത്തിൻ്റെയും കരുണയുടെയും സമന്വയമെന്നായിരുന്നു. സമന്വയമാണെന്നായിരുന്നു. സമന്വയം എന്ന് വെച്ചാൽ എന്താണ്? അല്ലേ? ഒരുമിച്ച്, അല്ലേ? ചേരുക, അല്ലേ? കൂടിച്ചേരുക, അല്ലേ? ഒരുമിച്ചായിരിക്കുക, രണ്ടും ഒന്ന്, ഒരുമിച്ച്, അല്ലേ? ദാരിദ്ര്യവും കരുണയും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനമാണത്. മനസ്സിലായോ? അപ്പോൾ അത് ആരാണ് അതിന് പരാമർശിച്ചത്? പോൾ 6 മാർപ്പാപ്പ. രണ്ടാമത്തെ മാർപ്പാപ്പയെക്കുറിച്ച് പറയാം. ഇനി നോക്കിക്കോ, ശ്രദ്ധിക്കണോട്ടോ. വളരെ ഞാനതാണ് ഇങ്ങനെ തന്നെ വായിക്കണേ. മനസ്സിലായോ? ഇനി അടിയിലോട്ട് വന്നേ. ദാരിദ്ര്യം കരുണ സമന്വയമാണെന്നായിരുന്നു പോൾ 6 മാർപ്പാപ്പ വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളെ ഉദ്ധരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ മാർപ്പാപ്പ മോണ്ടിനി മാർപ്പാപ്പ ഇങ്ങനെ എഴുതി. എന്തെഴുതി? എൻ്റെ ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ശ്രദ്ധിക്കണേ, എന്തെന്നാണ് മോണ്ടിനി മാർപ്പാപ്പ എഴുതിയത്? എൻ്റെ ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ്റെ ദാരിദ്ര്യം ദൈവത്തിൻ്റെ കരുണയാണെന്ന്? എനിക്ക് എൻ്റെ ഈ ആഗ്രഹം നടന്നു, എൻ്റെ ഈ ജീവിതാഭിലാഷം നടന്നു, അല്ലേ? അതായത് വീട് കിട്ടി, അല്ലെങ്കിൽ എന്നെ ഇന്ന കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം നടന്നു, അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക പ്രയാസം അല്ലെങ്കിൽ കടബാധ്യത മാറിക്കിട്ടി, ദൈവത്തിൻ്റെ കരുണയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ജീവനിലേക്ക് തിരിച്ചു വന്നു, ദൈവത്തിൻ്റെ കരുണയാണ്. ഇവിടെ മോണ്ടിനി മാർപ്പാപ്പ എന്താ എഴുതിയേക്കണേ? ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. എന്തെന്നാണ് കരുണ? ദാരിദ്ര്യം. ദൈവത്തിൻ്റെ ദാരിദ്ര്യം എന്നതെന്നല്ല, എൻ്റെ ദാരിദ്ര്യം. ശ്രദ്ധിക്കണേ, ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ അത് മനസ്സിലാവണം. ആരുടെ ദാരിദ്ര്യം? ദൈവത്തിൻ്റെ ദാരിദ്ര്യം എന്നാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. പക്ഷേ എന്തെന്നാണ് എഴുതിയേക്കണത്? മോണ്ടിനി മാർപ്പാപ്പ എന്തെഴുതി? എൻ്റെ ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. കണ്ടോ? അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദാരിദ്ര്യവും ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ 2 രീതിയുണ്ട്, 2 തലമുണ്ട്. ഒന്ന് ഭൗതികവും ആത്മീയവും. കേട്ടോ? അപ്പോൾ ദാരിദ്ര്യം, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈശോ മലയിലെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മിപ്പോൾ അങ്ങോട്ടൊന്നും പോകണില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ. ഇപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമോ? നമ്മുടെ ദാരിദ്ര്യം, ഈ ഫിസിക്കൽ ദാരിദ്ര്യം, അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അത് ചിന്തിക്കാൻ പറ്റണ ഒരു കാര്യം അത്ര നിസ്സാരമല്ല അങ്ങനെ ചിന്തിക്കാനായിട്ട്. മനസ്സിലായോ? ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ദാരിദ്ര്യം എന്നത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് മോണ്ടിനി മാർപ്പാപ്പ എഴുതുകയാണ്. മൂന്നാമത്തെ മാർപ്പാപ്പ. ഇനി നോക്കണേ, ഇനി അടിയിലോട്ട് വരാം. നിങ്ങൾ ആരായാലും കൊള്ളാം, ഞാൻ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ, അല്ലെ, നിത്യമായ പാരിതോഷികമെന്ന, അതായത് സമ്മാനമെന്ന നിലയിൽ നിങ്ങളുടെ സഹതാപം സ്വീകരിക്കുന്നതിലും നിങ്ങളുടെ മധുരമാർന്ന കരുണ സ്വീകരിച്ച് ആഘോഷിക്കുന്നതിനും ഞാൻ ദൈവത്തോട് യാചിക്കണം. ഉണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കണം നമുക്ക് കരുണ കിട്ടുന്നതിനും, അല്ലേ? എന്നിട്ട് പിന്നെ യാചിക്കണം. വിശുദ്ധ ജോൺ ശ്രദ്ധിക്കണേ, 4ാമത്തെ മാർപ്പാപ്പയുടെ പേര് വരികയാണ്. 4ാമത്തെ മാർപ്പാപ്പയുടെ പേര് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. 4ാമത്തെ മാർപ്പാപ്പയുടെ പേരാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ എണ്ണണം കേട്ടോ, അതൊക്കെ നമ്പർ ഇടണം പറ്റുമെങ്കിൽ അവിടെ കേട്ടോ. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ദൈവത്തിൻ്റെ കരുണ എന്ന ചാക്രിക, അപ്പം ആരാണ് ദൈവത്തിൻ്റെ കരുണ എന്ന ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്? അതാരെഴുതിയേക്കണേ?
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവത്തിൻ്റെ കരുണ എന്ന ചാക്രിക ലേഖനത്തിൽ കരുണ പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ആ ലേഖനത്തിൽ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്, എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കരുണ പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സഭ അവളുടെ ആധികാരികമായ ജീവിതം ആവർത്തിച്ചുറപ്പിക്കുകയാണെന്ന് പറഞ്ഞു. കണ്ടു? എന്താ പറഞ്ഞേ? കരുണ പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സഭ അവളുടെ ആധികാരികമായ ജീവിതം, കരുണയാണ് ബേസ്, മനസ്സിലായ? അടിസ്ഥാനം തന്നെ കരുണയാണ് സഭയുടെ. മറ്റുള്ള കാര്യങ്ങളുണ്ട്, ഇപ്പോൾ രക്ഷ ഒക്കെ ഉണ്ട് കേട്ടോ സഭയിൽ. പക്ഷേ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇല്ലേ, കരുണ അതിൻ്റെ കേന്ദ്രസ്ഥ സ്വഭാവമാണ്, കേന്ദ്രസ്ഥ സ്ഥാനത്താണെന്നൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായോ? അപ്പോൾ ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവത്തിൻ്റെ കരുണ എന്ന ചാക്രിക ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? കരുണ പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സഭ അവളുടെ ആധികാരികമായ ജീവിതം, കണ്ടോ? സഭ അവളുടെ, അതായത് സഭയുടെ തന്നെ ആധികാരികമായ ജീവിതം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാകട്ടെ സ്രഷ്ടാവിനോടും രക്ഷകനോടുമുള്ള സഹജ ലക്ഷണത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. കണ്ടോ? ഇതാകട്ടെ സ്രഷ്ടാവിനോടും രക്ഷകനോടുമുള്ള സഹജ ലക്ഷണത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അങ്ങനെ മനുഷ്യവംശത്തെ കരുണയുടെ മാമോദിസ തൊട്ടിയിലേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കണം ഓരോ വാക്കുകളെ. എന്തെന്നാണ് പറഞ്ഞത്? അങ്ങനെ മനുഷ്യവംശത്തെ, ആരെയാണ്? മനുഷ്യനെ എന്നാണോ? ആരെയാണെന്നാണ്? മനുഷ്യ വംശത്തെ. ക്രിസ്ത്യാനികളെ മാത്രമെന്നാണോ? യഹൂദരെ മാത്രമെന്നാണോ? എന്തെന്നാണ് എഴുതിയേക്കണത്? അങ്ങനെ മനുഷ്യവംശത്തെ കരുണയുടെ മാമോദിസ തൊട്ടിയിലേക്ക് നയിക്കുന്നു. കൂടാതെ അവൻ വിശുദ്ധ കരുണയുടെ ഉത്സവം പ്രസ്താവിച്ചു. വിശുദ്ധ ഫൗസ്റ്റീന കൊവാൾസ്കയുടെ രൂപം അംഗീകരിച്ചു. അതായത് ഫൗസ്റ്റീനാമ്മയുടെ ഇതിലൂടെ അല്ലേ, വെളിപ്പെടുത്തലിലൂടെ അവൾക്ക് കിട്ടിയ വെളിപ്പെടുത്തലിലൂടെ വന്നിട്ടുള്ള ആ കരുണയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, അത് രൂപം അംഗീകരിച്ചു. മനസ്സിലായോ? അപ്പോൾ അത് സഭ അംഗീകരിച്ചതാണ്. മനസ്സിലായോ? സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. കരുണയെക്കുറിച്ചുള്ള യേശുനാഥൻ്റെ വാക്കുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണേ, ഇനി അഞ്ചാമത്തെ മാർപ്പാപ്പയുടെ പേര് ഇവിടെ ഉദ്ധരിക്കുകയാണ്. കരുണയെക്കുറിച്ചുള്ള യേശുനാഥൻ്റെ വാക്കുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ പഠനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? വാസ്തവത്തിൽ കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതൽ. എന്ത് പറഞ്ഞു? കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതൽ. സത്യം പറഞ്ഞാലേ കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതലെന്ന് ആര് പറഞ്ഞതാണ്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അത് ദൈവത്തിൻ്റെ നാമമാണ്. പഴയ നിയമത്തിലും പൂർണ്ണമായും യേശുക്രിസ്തുവിലും അവൻ സ്വയം വെളിപ്പെടുത്തിയ മുഖം. 1846 CCC ഒന്ന് നിങ്ങൾ എടുത്തേ. 1846 എടുത്തേ. നമ്മൾ ഇത് തുടങ്ങിയ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വായിക്കണേ. എടുത്തോ? ഞാനതൊന്നും കൂടി വായിക്കാൻ പോണേ. CCCന്നേ 1846 ഒന്നും കൂടി വായിക്കാൻ പോണാണ്. ദൈവത്തിന് അപ്പം കാരുണ്യവും പാപവും എന്താണ്? കരുണയും അല്ലേ, കരുണ അല്ലേ? കരുണ എന്ന വാക്കിൻ്റെ നിർവചനം എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കരുണ എന്ന വാക്കിൻ്റെ നിർവചനം എന്താണ്? ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തെയാണ് കാരുണ്യം, കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. കണ്ടോ? യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ഇപ്പം നിങ്ങൾ ഇത് വായിച്ചേ ഒന്നും കൂടി. ഇപ്പം നമ്മൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്താ പറഞ്ഞത്? കരുണയെക്കുറിച്ചുള്ള യേശുനാഥൻ്റെ വാക്കുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ തൻ്റെ പഠനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, വാസ്തവത്തിൽ കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ഇനി ഒന്നും കൂടി 1846 വായിച്ചേ.
ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ഇതൊന്നും കൂടി ഇവിടെ വായിച്ച്, കരുണയെക്കുറിച്ചുള്ള യേശുനാഥൻ്റെ വാക്കുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ പഠനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു: വാസ്തവത്തിൽ കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതൽ. അത് ദൈവത്തിൻ്റെ നാമമാണ്. പഴയ നിയമത്തിലും പൂർണ്ണമായും യേശുക്രിസ്തുവിലും അവൻ സ്വയം വെളിപ്പെടുത്തിയ മുഖം. കണ്ടോ? പഴയ നിയമത്തിലും പൂർണ്ണമായും യേശുക്രിസ്തുവിലും, അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവൻ സ്വയം വെളിപ്പെടുത്തിയ മുഖം എന്തെന്ന്? കരുണ. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. അത് ദൈവത്തിന് പാപികളോടുള്ള സ്നേഹമാണ് കരുണ. ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവുണ്ടോ? എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് സൃഷ്ടിപരവും വീണ്ടെടുക്കുന്നതുമായ സ്നേഹത്തിൻ്റെ അവതാരം. കണ്ടോ? സൃഷ്ടിപരവും വീണ്ടെടുക്കുന്നതുമായ സ്നേഹം. യേശുക്രിസ്തു നമ്മളെ എടുത്തോ? മനസ്സിലായോ? സൃഷ്ടിപരവും വീണ്ടെടുക്കുന്നതുമായ സ്നേഹത്തിൻ്റെ അവതാരം. കരുണാർദ്രമായ ഈ സ്നേഹം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. കൂദാശകൾ വഴി ഇത് വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കണോട്ടോ, കൂദാശകൾ വഴി കരുണാർദ്രമായ ഈ സ്നേഹം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. കൂദാശകൾ വഴി ഇത് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ഇത് കൂടുതൽ സ്പഷ്ടമാക്കുന്നു. കണ്ടോ? ഇപ്പം എത്ര കാര്യങ്ങളായി? കരുണാർദ്രമായ ഈ സ്നേഹം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? കൂദാശകൾ വഴി ഇത് വെളിപ്പെടുത്തുന്നു എന്നല്ല കേട്ടോ, വെളിപ്പെടുത്തുന്നു. രണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രത്യേകിച്ച് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ഇത് കൂടുതൽ സ്പഷ്ടമാക്കുന്നു. എന്ത്? ഈ കരുണ. മനസ്സിലായോ? ഈ കൂദാശകളൊക്കെ സ്വീകരിക്കാനേ, ഈ കൂദാശകളൊക്കെ ഉണ്ടായത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയല്ലേ? മനസ്സിലായോ? ആ കരുണാർദ്രമായ സ്നേഹം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? കൂദാശകൾ വഴി ഇത് വെളിപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രത്യേകിച്ച് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ഇത് കൂടുതൽ സ്പഷ്ടമാക്കുന്നു. ഇനി നാലാമത്തത് എന്താണ്? മനുഷ്യനോട് ദൈവം കരുണ കാണിക്കുന്നുവെന്നതടക്കമുള്ള സഭയുടെ പ്രബോധനങ്ങൾ അത്രയും. കണ്ടോ? ശ്രദ്ധിക്കണേ. മനുഷ്യനോട് ദൈവം കരുണ കാണിക്കുന്നുവെന്നതടക്കമുള്ള സഭയുടെ പ്രബോധനങ്ങൾ അത്രയും അങ്ങനെ പ്രത്യക്ഷമാകുന്നു. 4 പോയിന്റുകളാണ് അവിടെ വന്നിരിക്കുന്നത്. 4 പോയിന്റുകൾ. മനസ്സിലായോ? നമ്മ അങ്ങനെ വെറുതെ ഓടിച്ചു വായിച്ചു പോയാൽ പോരാ. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടി വായിക്കട്ടെ. കരുണാർദ്രമായ ഈ സ്നേഹം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. കൂദാശകൾ വഴി ഇത് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ഇത് കൂടുതൽ സ്പഷ്ടമാക്കുന്നു. 3. നാലാമത്തെ കാര്യം എന്താണ്? മനുഷ്യനോട് ദൈവം കരുണ കാണിക്കുന്നു എന്നതടക്കമുള്ള സഭയുടെ പ്രബോധനങ്ങൾ അത്രയും അങ്ങനെ പ്രത്യക്ഷമാകുന്നു. ഇത്രയും മതി അല്ലേ? ഇത് കൂടുതൽ അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് സംഭവം വളരെ നിസ്സാരമായ ഒരു പ്രബോധനമാണ്. ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ, പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ. പക്ഷെ നമ്മളതിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ വായിച്ചൊക്കെ വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ ഒരു നിസ്സാര പുസ്തകം എന്നുള്ള രീതിയിൽ ഒക്കെ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇനി അതിൻ്റെ എന്താണ് ബാക്കി ഭാഗങ്ങൾ അത് നമുക്ക് ഇങ്ങനെയാണ്. അത് നമുക്കിവിടെ ഇപ്പം നിർത്തിയിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.